കഴിഞ്ഞ ദിവസം വ്യാപാര ചർച്ചകൾക്ക് വേണ്ടിയിട്ട് അമേരിക്കയിലെത്തിയ പീയൂഷ് ഗോയലും സംഘവും ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ ഇന്ത്യയുടെ നിലപാട് തുറന്നു പറഞ്ഞു. അമേരിക്കയുടെ പ്രധാന ആവശ്യം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തണം, പകരം അമേരിക്കയുടെ പക്കൽ നിന്നും എണ്ണ വാങ്ങണമെന്നാണ്. അതിന് മറുപടിയായി ഇന്ത്യയുടെ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞത്, റഷ്യയിൽ നിന്നും തങ്ങൾ എണ്ണ വാങ്ങുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇറാനിൽ നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യേണ്ടി വരും, ഇല്ല എങ്കിൽ എണ്ണ വില വലിയ രീതിയിൽ വർദ്ധിക്കും, അത് ഞങ്ങൾക്ക് താങ്ങാവുന്നതല്ല എന്നാണ് പറയുന്നത്. ഏതായാലും അതിന് മറുപടി ഒന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇന്ത്യയുടെ നിലപാട് പറഞ്ഞു, റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തടഞ്ഞാൽ ഞങ്ങൾ ഇറാൻ്റെ കയ്യിൽ നിന്നും വെനസ്വേലയുടെ കയ്യിൽ നിന്ന്, വെനസ്വേലയും ഇപ്പോൾ അമേരിക്കയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അവിടെ ഒരു സമാനമായ സാഹചര്യം, യുദ്ധത്തിനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ നിന്ന് തങ്ങൾ എണ്ണ വാങ്ങേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് പീയൂഷ് ഗോയൽ നൽകിയിരിക്കുന്നത്. അമേരിക്ക പറയുന്നത് തങ്ങൾക്ക് ഇന്ത്യയുമായി യാതൊരുവിധ ശത്രുതയുമില്ല, ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇതേ ഒരു വഴിയുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് 25% പിഴച്ചുങ്കം ഏർപ്പെടുത്തിയത് എന്നാണ്. ഏതായാലും ഇന്ത്യയുടെ നിലപാട് അമേരിക്കൻ മണ്ണിൽ തുറന്നു പറഞ്ഞിരിക്കുന്നു. തങ്ങളെ തടയരുത്, തടഞ്ഞാൽ തങ്ങൾ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ 2019 വരെ ഇറാനിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നു എണ്ണ. ഉപരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഇറക്കുമതി നിർത്തിവെച്ചിരുന്നത്, അത് വീണ്ടും പുനരാരംഭിക്കുമെന്നൊരു സൂചന കൂടി ആണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. റഷ്യയുടെ എണ്ണ തടയുകയാണ് എങ്കിൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.